അപകടകാരികൾ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം വിഭജനവാദികളാണ്, മുസ്ലിം സമുദായം രാജ്യത്തെ മുറിച്ചോണ്ടു പോകും, മുസ്ലിം സമുദായം ഈ രാജ്യത്ത് വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പിടിച്ചെടുക്കും എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ വിഭജനവാദികൾ ആരാണ് എന്ന് ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യം 800 ആണ്ട് ഇന്ത്യ ഭരിച്ചപ്പോ ഒരു തുണ്ടുപോലും ഇന്ത്യ മുറിക്കാതെ 1000 കൊല്ലക്കാലത്തോളം അഖണ്ഡ ഭാരതത്തെ RSSകാർ പറയുമല്ലോ, ഞങ്ങളുടെ സങ്കല്പമാണ് അഖണ്ഡ ഭാരതമെന്ന്. RSSകാരന്റെ സങ്കല്പം അല്ല അഖണ്ഡ ഭാരതം, വെറുതെ പറയാ. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് മുസൽമാന്റെ മോഹമാ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസൽമാൻ മുഗളന്മാരടക്കമുള്ള ഭരണകർത്താക്കൾ 1000 കൊല്ലം ഭരിച്ചപ്പോ ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തെ ഒരു തുണ്ട് മുറിക്കാൻ അവരനുവദിച്ചില്ല. ഒരു തുണ്ട് മുറിക്കാൻ. എന്നാണ് വിഭജനം ആരംഭിച്ചത്? നിങ്ങൾക്കറിയോ? വിഭജനവാദികളാ മുസ്ലിങ്ങളെന്നല്ലേ പറയണേ? വിഭജനവാദികൾ മുസ്ലിങ്ങളാണോ? ഇന്ത്യ രാജ്യം കാബൂൾ മുതൽ അഫ്ഗാനിസ്ഥാൻ മുതൽ നേപ്പാൾ മുതൽ ഭൂട്ടാൻ മുതൽ ടിബറ്റ് മുതൽ ശ്രീലങ്ക മുതൽ മ്യാൻമർ മുതൽ പാകിസ്ഥാൻ ലങ്ക വരെ ബംഗ്ലാദേശ് അടക്കം പരന്ന് നിരന്ന് കിടന്നിരുന്ന അഖണ്ഡ ഭാരതമുണ്ടല്ലോ. ആ അഖണ്ഡ ഭാരതം മുഗളന്മാരുടെ കൈകളിലൊക്കെ അത് ഒരു തുണ്ടെങ്കിലും മുറിക്കപ്പെട്ടോ? ഒരു തുണ്ട് മുറിക്കപ്പെട്ടോ? സാക്ഷാൽ കാന്താരിയുടെ ഇതിഹാസത്തിലെ കാന്താരിയുടെ ജന്മഭൂമിയായ കാണ്ഡഹാർ ഉൾപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ അടക്കം അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായി നിലനിർത്തിക്കൊണ്ട് ഒരു തുണ്ട് മുറിക്കാൻ അനുവദിക്കാതെ, ഇന്ത്യയെ വിഭജിക്കാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതെ ഇന്ത്യയെ നിലനിർത്തിയ ഒരു ജനതയുടെ പേരാണ് മുസൽമാൻ എന്ന് ഈ രാജ്യത്തുള്ള നമ്മളടക്കം ആദ്യം അറിയണം. ഇപ്പൊ ഇവിടെ വിഭജനത്തിന്റെ പേര് പറയുമ്പോൾ നമുക്കൊക്കെ പേടിയാ. നമ്മൾ മുറിച്ചത് കൊണ്ടല്ലേ ഈ ഗതികേടൊക്കെ വന്നെന്നാ. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇന്ത്യ മുറിക്കുവോ? മുസ്ലിം തലയ്ക്ക് വെളിവുള്ള മുസ്ലിം ഇന്ത്യ മുറിക്കുവോ? ഇന്ന് ഇന്ത്യയിലുണ്ട് 35 കോടിയോളം മുസ്ലിങ്ങൾ, പാകിസ്ഥാനിലുണ്ട് 20 കോടി, 25 കോടി, ബംഗ്ലാദേശിലുണ്ട് 20 കോടി. ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇൻഡോപാക് ഉപഭൂഖണ്ഡത്തിലും പരിസരങ്ങളിലുമായി വേറെയുമുണ്ട് ഒരു 10-25 കോടി. ഇന്ത്യയിലെ ഹിന്ദു ജനതയേക്കാൾ ഭൂരിപക്ഷമുണ്ട് മുറിക്കാത്ത ഇന്ത്യയിൽ മുസൽമാൻ. ആ മുസൽമാനെ മുറിച്ചു മാറ്റിയിട്ട് ആ മുസ്ലിം ശക്തിയെ ശിഥിലമാക്കാൻ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും മുസ്ലിം തീരുമാനിക്കുമോ? ഒരിക്കലും വിഭജനം മുസൽമാന്റെ അജണ്ടയേ അല്ല. മുസൽമാൻ വിഭജനത്തെ ഏറ്റവും കൂടുതൽ വെറുതെ. കാരണം വിഭജിച്ചാൽ അതിന്റെ കെടുതി മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി ശക്തി ചോർന്നവരായി ദുർബലരായി പോകുമെന്ന് മുസ്ലിമിന് നന്നായി അറിയാവുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ മുറിച്ചില്ല. ഇന്ത്യയെ മുറിക്കാതെ പിടിച്ചു നിർത്തി. ഇവിടുത്തെ സവർണൻ ഇന്ത്യയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തിന് അല്പം പോലും വില കൊടുക്കാതെ ഇന്ത്യയെ അഖണ്ഡ ഭാരതമായി നിലനിർത്തിയത് ആരാണെന്നറിയോ? മുസൽമാനാണ്. എന്ന് മുസൽമാന്റെ കയ്യിലിരുന്നോ അന്ന് ഇന്ത്യ മുറിക്കപ്പെട്ടില്ല. എന്നാൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് എന്ന് കയറി വന്നോ? 1857 ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരൻ കയറി വന്ന അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ മുറിക്കാൻ തുടങ്ങി. ഇന്ത്യയെ മുറിച്ചു തുടങ്ങി. ആരാണ് മുറിച്ചത്? വിഭജനം നടത്തിയത് ആരാണ്? വഖഫിനെ കുറിച്ച് ഞാൻ പറയുമ്പോ വഖഫിന്റെ വിശദാംശങ്ങളാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളെ ഇതിനടുത്ത ഭൂരിപക്ഷ ജനവിഭാഗത്തിനിടയിൽ ഇവർ അപകടകാരികളാണ്, രാജ്യത്തെ മുറിക്കുന്നവരാണ്, രാജ്യത്തെ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ വഖഫിന്റെ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാ മുറിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യ രാജ്യത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിപായി ലഹളയിലൂടെ, ആ ലഹളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഇന്ത്യ രാജ്യം അമർന്ന് അതിന്റെ 1857 അത് സംഭവിച്ചതെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ ആദ്യം മുറിച്ചു ബ്രിട്ടീഷുകാരൻ. ഇവിടത്തെ മോഡിയുടെ അപ്പൂപ്പന്മാരുമായി കൂടി ചേർന്ന്, മോഡിയുടെയും അമിത്ഷായുടെയും അപ്പൂപ്പന്മാരായ ഇവിടെ രാജ്യരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ അവരുടെ ഒപ്പം കൂടി ചേർന്ന് അഫ്ഗാനിസ്ഥാനെ 1807 മുറിച്ചു. 7 countries were separated from India. 7 രാജ്യങ്ങളെ ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട്.
നമ്മളൊക്കെ വിഭജനം പറയുമ്പോൾ മുറിച്ചു മാറ്റിയ കഥ പറയുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്ന ആകെ ഒരു പാകിസ്ഥാനെ ഇവിടെ നിന്ന് മുറിച്ചിട്ടുള്ളെന്നാ, പിന്നെ ബംഗ്ലാദേശ് മുറിച്ചിട്ടുള്ളെന്നാ പലരുടെയും ധാരണ. 7 രാജ്യങ്ങളായി ഇന്ത്യ മുറിച്ചിട്ടുണ്ട്. അതിലൊന്നുപോലും മുഗളന്മാർ ഭരിച്ച കാലത്തല്ല, തൊടാൻ സമ്മതിച്ചിട്ടില്ല അവർ. ഭാരതാംബയുടെ നെഞ്ചത്ത്, അങ്ങനെയാണല്ലോ പറയാ, ഭാരതാംബയുടെ നെഞ്ചത്ത് ഒരു പോറലേക്കാൻ അവർ സമ്മതിച്ചില്ല. കഠാര കുത്തിയിറക്കിയത് മുസ്ലിമീങ്ങൾക്ക് ആധിപത്യമില്ലാത്ത കാലത്ത് മാത്രമാണ്. ബ്രിട്ടീഷുകാരൻ വന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരൻ വന്ന് ഈ രാജ്യത്തെ സവർണ ജാതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്തു തുടങ്ങിയപ്പോ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പ്രേരണ പ്രകാരം അഫ്ഗാനിസ്ഥാൻ 1876 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മുറിച്ചു. നേപ്പാൾ പിന്നീട് മുറിച്ചു 1904. നിങ്ങൾക്കറിയാം, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, മുറിച്ചു 1906. ടിബറ്റ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, മുറിച്ചു 1907. ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു, മുറിച്ചു 1935. മ്യാൻമർ മുറിച്ചു 1937. ആൻഡ് പാകിസ്ഥാൻ 1947. അങ്ങനെ ആ പാകിസ്ഥാൻ ലേറ്റർ ഫർദർ ഡിവൈഡഡ് ഇൻ 1971 ബംഗ്ലാദേശ് ടു ക്രിയേറ്റ് ബംഗ്ലാദേശ്. പാകിസ്ഥാനെയും ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ പിന്നെയും മുറിച്ചു. ആരാ മുറിച്ചേ? മുസ്ലിമാണോ മുറിച്ചേ? മുഗളന് ആധിപത്യമുള്ള കാലത്ത് മുറിച്ചോ? മുസ്ലിം ഭരിച്ചപ്പോ മുറിച്ചോ? ബ്രിട്ടീഷുകാരനും ഇവിടുത്തെ സവർണ ഹിന്ദുവും തമ്മിൽ കൈകോർത്ത് മുറിച്ചതല്ലേ? ആ വിഭജനം നടന്ന നാളുകളിൽ ഈ മോഡിയുടെ പൂർവികന്മാർ മുറിക്കല്ലേ എന്ന് അരവാക്ക് പറഞ്ഞോ? വേണ്ട. ആ മുറിവുകളെ കുറിച്ച്, ആ മുറിച്ചു മാറ്റപ്പെട്ട രാജ്യങ്ങളെ കുറിച്ച്, ആ വിഭജനത്തെ കുറിച്ച് ഇന്ന് വരെ അരവാക്ക് മോഡി പറഞ്ഞിട്ടുണ്ടോ? അരവാക്ക് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ മുറിഞ്ഞു പോയത് അവർക്ക് ഇഷ്ടമാ. കാരണം എന്താ? ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിന് ആ മുറിക്കൽ കാരണമായി. ഇന്ത്യ നൊന്തുപെറ്റ മതമായ ബുദ്ധമതം ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരുന്നപ്പോ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യയിലെ അധകൃത ജനത മനുഷ്യത്വം അനുഭവിക്കാൻ വേണ്ടി, മോചനത്തിന് വേണ്ടി ബുദ്ധമതത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നപ്പോ, നമുക്കറിയാലോ, അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി 5 ലക്ഷം അനുയായികളുമായിട്ടാണ് ബുദ്ധമതത്തിലേക്ക് ചേക്കേറിയത്. ഇതുപോലെ അതിനു മുമ്പുമുണ്ടായി. അങ്ങനെ ജാതീയമായി സവർണന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഇന്ത്യയിലെ പാവപ്പെട്ട ഹിന്ദു ജനത ബുദ്ധമതത്തിലേക്ക് കയറിയപ്പോ അവരെ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂട്ടാൻ ബുദ്ധമത രാഷ്ട്രമായി ഔദ്യോഗികമായി മാറി, ടിബറ്റ് ഔദ്യോഗികമായി ബുദ്ധരാഷ്ട്രമായി മാറി, ശ്രീലങ്ക ബുദ്ധന്റെ രാഷ്ട്രമായി. 3 മുറിച്ചു കൊടുത്തു ബുദ്ധനെ ഓടിക്കാൻ. അതുപോലെ തന്നെ നേപ്പാൾ ഹിന്ദുക്കളാണ് അവിടെയുള്ളത്, മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്തതല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇന്ത്യയെ മുറിച്ച് അവസാനം ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിലെ ജനത ഓടിക്കുമെന്നായപ്പോ 1947 അർദ്ധരാത്രിയിൽ അവൻ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അവൻ ആഞ്ഞൊരു വെട്ടുവെട്ടി. അപ്പോഴും ഇറങ്ങിപ്പോകുന്ന അന്നേ രാത്രിയിൽ, പിറ്റേന്നാണെങ്കിൽ ഇവിടെ മുറിക്കലുണ്ടാവില്ലെന്നറിയാവുന്നത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന അന്ന് സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ ഒന്നുകൂടി ആഞ്ഞു വെട്ടി പാകിസ്ഥാനെയും മുറിച്ചിട്ടിട്ടാണ് അവരിറങ്ങിപ്പോയത്. ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് മുറിച്ചിട്ടില്ല, അതിനുശേഷവും ഈ രാജ്യത്തെ മുറിക്കണമെന്ന് മുസൽമാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവനുള്ളപ്പോൾ അവൻ മാത്രമാണ് ഇവിടുത്തെ ജാതി ഹിന്ദുക്കളുമായി ചേർന്ന് മുറിച്ചത്. എന്തിനാ പാകിസ്ഥാൻ വിഭജിച്ചേ? പാകിസ്ഥാൻ വിഭജനം മുസ്ലിങ്ങൾക്ക് കൊടുത്ത് മുസ്ലിമീങ്ങളെ ഇവിടെ ഒന്ന് ഓടിച്ച് ദുർബലപ്പെടുത്താമെന്ന് ഒരു വശത്ത്, രണ്ടാമത്തെ മറ്റൊരു ലക്ഷ്യവും കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഇന്ത്യയുടെ മഹിതമായ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായി ലോകമറിയുന്ന, വാഴ്ത്തപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരം ദ്രാവിഡ സംസ്കാരമാണ്, സവർണന്റെതല്ല. ആ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഈറ്റില്ലം മോഹൻജദാരോ ഹാരപ്പായില. പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാനൊക്കെ ഓർത്തിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് ഈ മോഹൻജദാരയും ഹാരപ്പയും ഒന്ന് പോയി കണ്ടളയാന്ന്. അവസാനം കാര്യബോധം ഉണ്ടായപ്പോഴാണ് മനസ്സിലാണ് മോഹൻജദാരയും ഹാരപ്പയും കാണണമെങ്കിൽ പാകിസ്ഥാനിൽ പോകണമെന്ന്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആയേക്കുമെന്ന് പോലും വിചാരിക്കപ്പെടുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകനുണ്ടല്ലോ, ബിലാവൽ ഭൂട്ടോ. നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്ത ആളാ. പക്ഷെ നമ്മളെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് നോക്കിക്കൊണ്ട് പറഞ്ഞു, വലിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പേരിലൊന്നും നിങ്ങൾ അഭിമാനിക്കണ്ട. ഇന്ത്യൻ സംസ്കാരത്തിന്റെ പേരിൽ രാജ്യം അഭിമാനിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പേരിലാ. സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യയുടെ പുരാതനമായ പാരമ്പര്യം വിളിച്ചോതുന്നത്. അല്ലാതെ
സവർണന്റെ മധ്യേഷ്യയിൽ നിന്ന് വന്ന സവർണന്റെ സംസ്കാരമല്ല, ദ്രാവിഡ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലകൊണ്ടിരുന്ന മോഹൻജദാരോ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്, ഹാരപ്പ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംസ്കാരത്തെ കുറിച്ചാണ് മേനി പറയാനുള്ളതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോ, നമുക്ക് പ്രധാനമന്ത്രിയോട് ഒരുപാട് യോജിപ്പുണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പുറം രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ നേതാവിനാൽ അപമാനിക്കപ്പെട്ടത് കേട്ടപ്പോ ഞങ്ങൾക്കൊക്കെ സങ്കടമാ തോന്നിയേ. ഈ മുറിച്ചതൊക്കെ എന്തിനാ? ദ്രാവിഡനെ പുറത്താക്കാൻ, മുസൽമാനെ പുറത്താക്കി സവർണ രാജ്യം പണിയാൻ, ബുദ്ധന്മാരെ പലതായി പുറത്താക്കാൻ. എത്ര വട്ടം മുറിച്ചു ഈ രാജ്യത്തെ? എങ്ങനെ പൊറുക്കും ഈ വർഗത്തോട്? ഇന്ന് വരെ ഈ വിഭജനം തെറ്റാണെന്ന് മോഡി പറഞ്ഞിട്ടുണ്ടോ? ഈ പാകിസ്ഥാൻ വിഭജനത്തെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. വിഭജിച്ചത് മുസൽമാനാണോ? ബ്രിട്ടീഷുകാരന്റെ കാർമ്മികത്വത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവല്ലേ വിഭജിച്ചത്, അല്ലേ? എന്നിട്ട് അങ്ങനെ മുസ്ലിമീങ്ങൾ അങ്ങോട്ട് ഓടിക്കപ്പെട്ടു. ഗത്യന്തരമില്ലാതെ പാവം മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയെന്നുള്ളതല്ലേ സത്യം. വിഭജനം നടത്തിയതിന്റെ പേരിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് മറ്റു പോംവഴിയില്ല. വിഭജിക്കപ്പെട്ട മേഖലയിൽ മുസ്ലിമീങ്ങൾക്ക് പോകേണ്ടി വന്നതാ, അല്ലാതെ മുസൽമാന്റെ ആഗ്രഹമല്ല. മൗണ്ട് ബാറ്റന്റെ കാർമ്മികത്വത്തിൽ ബ്രിട്ടീഷുകാരൻ നടത്തിയ വിഭജനത്തിന്റെ പേരിൽ എന്തിനാണ് ഈ പാവം മുസൽമാനെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിയാക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഞാൻ ചോദിക്കണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്നും വിഭജനത്തിന്റെ ആളുകളല്ലേ. പാകിസ്ഥാൻ പറയാറുണ്ടല്ലോ ചില പേരുകളൊക്കെ, ജീവികളുടെ പേര് വിളിച്ചിട്ട് പുറത്തു പോടാന്നൊക്കെ പറയുമ്പോ എന്തോ പാകിസ്ഥാൻ നമ്മുടെ എന്തോ വലിയ മോഹമായിരുന്നു തോന്നിപ്പോവും. പാകിസ്ഥാന്റെ പേര് പറയുന്നവരോട്, പാകിസ്ഥാന്റെ വിഭജനത്തിന് എല്ലാ ഒത്താശയും ചെയ്തവർ നിങ്ങളുടെ പൂർവികന്മാരാണ്, ദ്രാവിഡന്മാരെ ഓടിക്കാൻ. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഒരുപാട് വെട്ടിമുറിക്കാൻ ഇവിടത്തെ ബുദ്ധന്മാരുണ്ടോ? ഇവിടെ അവരൊക്കെ എവിടെ പോയി? അവരെ ഓടിക്കാൻ, ദ്രാവിഡന്മാരെ മുസൽമാനെ ഓടിക്കാൻ 7 പ്രാവശ്യം ഇന്ത്യ മുറിച്ചിട്ടും ആ വിഭജനത്തെ കുറിച്ച് അരവാക്ക് പറയാതെ പാകിസ്ഥാന്റെ വിഭജനത്തെ കുറിച്ച് മാത്രം പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ഈ മുസ്ലിമീങ്ങളെ ശത്രുവാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ, ദളിതന്മാരെ തിരിച്ചുവിട്ട്, ഹിന്ദുക്കളായ ദളിതന്മാരെ തിരിച്ചുവിട്ട് മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ശത്രുവാണെന്ന് വരുത്തി തീർത്തിട്ട് മുസ്ലിമീങ്ങളും ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയും തമ്മിൽ വൈരം സൃഷ്ടിച്ചിട്ട് അവരെ നാളെ അടിമകളാക്കുമ്പോ പുതിയ ഒരു രാഷ്ട്രം വരാൻ പോവാ, ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുക. ഞങ്ങൾ പറയണത് പ്രഖ്യാപിക്കല്ലേ എന്നല്ല, ഞങ്ങൾ പറയണ എത്രയും പെട്ടെന്ന് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കാനാ. അപ്പോഴേ ഉള്ളൂ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനത്തിന്റെ സുഖം ഇവിടുത്തെ ഹിന്ദു അറിയുള്ളൂ. ഒന്ന് പെട്ടെന്ന് പ്രഖ്യാപിക്കണം.